AP മത്സരിക്കുന്നത് ബറൂച്ചിലാണ്. സിറ്റിംഗ് MLA അവിടുത്തെ ബറൂച്ച് ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിൽ ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ചൈതർ വാസവയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ആ മേഖലയിൽ അത്യാവശ്യം നല്ല സ്വാധീനമുള്ള നേതാവാണ് ചൈതർ വാസവ. അതുകൊണ്ടുകൂടിയായിരിക്കണം ഇപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ BJP അദ്ദേഹത്തെ BJPയിലേക്ക് കൊണ്ടുവരാനായിട്ട് വലിയ തോതിൽ ശ്രമം നടത്തിയത്. പക്ഷേ അവിടെ കോൺഗ്രസിൻ്റെ ഈ അഹമ്മദ് പട്ടേലിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള എതിർപ്പ് AP നേരിട്ടിരുന്നു. അവർക്ക് ആ മണ്ഡലത്തിൽ ക്ലെയിം ഉണ്ട് എന്നുള്ള നിലയ്ക്ക്. മറ്റൊരു സീറ്റ് ഭാവ്നഗറാണ് AP മത്സരിക്കുന്നത്. ഈ രണ്ട് സീറ്റുകൾ ബറോച്ചിൽ ഒരുപക്ഷെ ശക്തമായ മത്സരമുണ്ട് എന്ന് പറയാം. അവിടെയൊക്കെ എന്താണ് സാധ്യത? ബറോച്ചിൽ എത്രയായാലും വളരെ സാധ്യതയുണ്ട്. അത് അവിടെ ഒരു ട്രൈബൽ പോപ്പുലേഷൻ ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് വളരെ പോസിബിലിറ്റീസ് ഉണ്ട്. അവിടുത്തെ പോളിംഗ് പെർസെൻറ്റേജും കുഴപ്പമില്ല. അതൊരു പോസിറ്റീവായിട്ടുള്ള ആസ്പെക്ട് ആയിട്ട് കരുതേണ്ടിയിരിക്കുന്നു. ബാക്കിയുള്ള ആം ആദ്മിയുടെ അടുത്ത സീറ്റിനെ പറ്റി അത്രയ്ക്ക് ആശാവഹമല്ല. എങ്കിലും ഒരു കോntest കൊടുക്കും എന്നുള്ളതാണ് ആകെയുള്ള പ്രതീക്ഷ. ഈ വസാവ കമ്മ്യൂണിറ്റി വളരെ ഹൈപ്പറാണ്. രാജസ്ഥാനിൽ ഈ ട്രൈബൽ മൂവ്മെന്റിന്റെ ഒരു ലീഡർ ആയിരുന്ന അദ്ദേഹം ഒരു വസാവ തന്നെയാണ്. 7 പ്രാവശ്യം MLA ആയിട്ടിരുന്നുള്ള ആളാണ് അവിടെ. അപ്പോൾ ഈ വസാവകൾ ഇപ്പം ചില സമയത്തൊക്കെ ചില കമ്മ്യൂണിറ്റീസ് വളരെ അപ്സർജിലായിരിക്കും. ചില സമയത്ത് വസാവകളുടെ ടൈമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ബറോച്ചിൽ ഒരു നല്ല പ്രദർശനം കാഴ്ച വെച്ചിട്ടുണ്ടാവണം എന്നാണ്. റിസൾട്ട് കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ. എങ്കിലും എന്ന് വിചാരിക്കുന്നു. കോൺഗ്രസ് എത്രമാത്രം ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം ബേസ് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഇവരുടെ ബേസ് വോട്ട് ഓൾമോസ്റ്റ് സെയിം ആണല്ലോ. ഡൽഹിയിൽ സംഭവിച്ചതും അത് തന്നെയൊക്കെയാണല്ലോ. കോൺഗ്രസിനെ ഡെസിമേറ്റ് ചെയ്താണല്ലോ ആം ആദ്മി വരുന്നത് തന്നെ. ഇപ്പൊ ഇവിടെ മഹാരാഷ്ട്രയിൽ ഉണ്ടാകുന്ന പോലെ സിമിലർ ആയിട്ടുള്ള പല പാർട്ടികൾ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യുകയും സർവൈവ് ചെയ്യുകയും ചെയ്യുന്ന സിറ്റുവേഷൻ അല്ല. കേരളത്തിൽ അതുപോലെയൊക്കെയാണല്ലോ. പക്ഷെ അതേസമയം ബാക്കിയുള്ള ഈ സ്റ്റേറ്റുകൾ, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഷെയർ ചെയ്തിട്ട് എല്ലാവരും സർവൈവ് ചെയ്യുന്ന ഒരു സ്ഥിതി ആയിട്ടില്ല. ഒന്നുകിൽ ഒരു പാർട്ടി വന്നു അതിനെ ഓൾമോസ്റ്റ് ഡിസ്പ്ലേസ് ചെയ്താണ് സിമിലർ ആയിട്ടുള്ള ഒരു പാർട്ടി വരുന്നത്. നമ്മുടെ ഡെമോക്രസിയുടെ ഒരു സ്റ്റൈലും കൂടെ ആവാം. പക്ഷെ ഓവർ എ പീരിയഡ് പിന്നെ എല്ലാ പാർട്ടികൾക്കും ഒരുപോലെ സർവൈവ് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം.